Good day to all of you. Welcome to Easy Physics. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ക്വസ്റ്റ്യൻ നമ്പർ 13 to 18 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് ഫോർമുലാസ് നമ്മൾ പഠിച്ചതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? F is equal to Gmm/d². G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ടു ഒബ്ജെക്ട്സ് ആൻഡ് D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെന്റേഴ്സ്. അതുപോലെ ഫ്രീ ഫോളിനെ കുറിച്ച് പഠിച്ചിരുന്നു നമ്മൾ. ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ എന്താണ്? മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ആ സെയിം ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെയാണ് ഫ്രീ ഫോളിന്റെ ഇക്വേഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ആക്സിലറേഷൻ എന്നെഴുതുന്ന ഭാഗത്തെല്ലാം നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നെഴുതുന്നതിന് പകരം വി ഈക്വൽ ടു യു പ്ലസ് ജി ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2gs. ഇതാണ് ഇക്വേഷൻസ് ഓഫ് ഫ്രീ ഫോൾ. ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ പ്രോബ്ലം ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മുകളിലോട്ടുള്ള മോഷൻ ആവാം, താഴോട്ടുള്ള മോഷൻ ആവാം. ഓക്കെ, ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു വസ്തുവും നമ്മൾ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിന് അപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വരും. കാരണം ആ ഒരു ഹൈറ്റിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു വസ്തു മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി 0. രണ്ടാമത്തേത്, ജിയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്, -9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചില ക്വസ്റ്റ്യനിൽ ജിയുടെ വാല്യൂ 10 എന്ന് എടുത്തോളം പറയും, അന്നേരം നമുക്ക് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാത്തപ്പോഴൊക്കെ 9.8 ആണ് എടുക്കേണ്ടത്. മുകളിലോട്ടുള്ള സമയത്ത് ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്, താഴേക്കാണല്ലോ. അപ്പോൾ വസ്തു മുകളിലോട്ട് പോവാന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇനി ഒരു വസ്തുവിനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എന്നൊരു വാക്ക് ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ നമുക്ക് അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ 0 ആയിട്ട് എടുക്കാം. അതുപോലെ ജിയുടെ വാല്യൂ +9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഒന്ന്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ, പിന്നെ 3 ഇക്വേഷൻസ് ഓഫ് ഫ്രീ ഫോൾ, പിന്നെ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിയുവാണെങ്കിൽ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -9.8 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഒരു വസ്തുവിനെ നമ്മൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം. അതുപോലെ ജിയുടെ വാല്യൂ +9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രോബ്ലംസ് എല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 49 മീറ്റർ/സെക്കൻഡ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കണം. എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ് 49 മീറ്റർ/സെക്കൻഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ഒരു വസ്തുവിനെ മുകളിലോട്ട് എറിയുന്ന സമയത്ത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്? അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുപോലെ ജിയുടെ വാല്യൂ -9.8 എന്ന് എടുക്കണം. കണ്ടോ, ഇത്രയും ഇൻഫർമേഷൻ വിനെ കുറിച്ചും ജിനെ കുറിച്ചും ഒന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയണം, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിയുന്ന സമയത്ത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അതുപോലെ ജിയുടെ വാല്യൂ -9.8 ആയിട്ടാണ് എടുക്കേണ്ടത്. മാക്സിമം ഹൈറ്റ്, ഇവിടെ ടൈമിനെ കുറിച്ച് ഒരു കാര്യവും പറയാത്തത് കൊണ്ട് തന്നെ ടൈം ഉൾപ്പെടുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് v² - u² = 2gs എന്ന് പറയുന്ന ഫോമുല ഉപയോഗിക്കാം. ഓക്കെ, അത് ഉപയോഗിക്കുമ്പോൾ, അതായത് ഏതായിരുന്നു ഫോമുല ഉപയോഗിക്കാൻ പോകുന്നത്? v² - u² = 2gs. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ s = v² - u² / 2g എന്ന് നമുക്ക് ഫോമുല ഉപയോഗിക്കാം. വിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0യുടെ സ്ക്വയർ 0 തന്നെയാണല്ലോ.
മൈനസ് യുവിന്റെ വാല്യൂ 49 ആണ്. അപ്പൊ നമുക്ക് 49 ഇൻറ്റു 49 എന്ന് എഴുതാം, യു സ്ക്വയർ എന്ന് എഴുതുമ്പോൾ അല്ലെ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാ, -9.8. ഇവിടെയുള്ള രണ്ട് നെഗറ്റീവ് സൈൻസ് ക്യാൻസൽ ആയി പോവും. ഇനി 49 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത്, 122.5 മീറ്റർ. ഇത്രയാണ് മാക്സിമം ഹൈറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടത്, രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ടൈം ഇറ്റ് ടേക്സ് ടു റിട്ടേൺ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിലെത്തി, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വസ്തുവിന് അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ വസ്തു താഴേക്കും വരും. അപ്പൊ ആദ്യം നമുക്ക് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം. ആ സമയം എത്രയാണോ അത്രയും ഈക്വൽ സമയം തന്നെയാണ് അത് താഴേക്ക് വരാനും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം. അതിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ടു റിട്ടേൺ ടു ദ സർഫസ് ഓഫ് ദ എർത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ആ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വിയുടെ വാല്യൂ അറിയാം, യുടെ വാല്യൂ അറിയാം, ജിന്റെ വാല്യൂ ഒക്കെ അറിയാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാമല്ലോ. ഇതിൽ നിന്ന് ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ജി which is 0 minus u എത്രയാണ് 49 divided by ജിയുടെ വാല്യൂ -9.8 ആണ്. ഇത് മൈനസ് മൈനസ് നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. 49 divided by 9.8 എന്ന് പറയുമ്പോൾ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 5 സെക്കൻഡ്. പക്ഷെ നമ്മളുടെ ടോട്ടൽ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ 5 അല്ല, ഇറ്റ് ഷുഡ് ബി 5 + 5 which is 10 സെക്കൻഡ്. നമ്മളിവിടെ 5 സെക്കൻഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 122.5 മീറ്ററും രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 10 സെക്കൻഡും ആണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണ്, സ്റ്റോൺ ഇസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 19.6 മീറ്റർ. ഒരു വസ്തു മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്, ഒന്നാമത്തേത് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. രണ്ടാമത്തേത് ജിയുടെ വാല്യൂ നമ്മൾ +9.8 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്, ഫ്രം ടവർ ഓഫ് ഹൈറ്റ് 19.6 മീറ്റർ. അപ്പൊ ആ സ്റ്റോൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഈ 19.6 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എസ് ഈക്വൽ ടു 19.6 എന്ന് എടുക്കാം. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്. വി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ടൈം തരാത്തത് കൊണ്ട് ടൈം ഉൾപ്പെടുന്ന ഇക്വേഷൻസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2GS എന്ന് പറയുന്ന ഫോർമുല തന്നെയാണ് ഇവിടെയും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. വി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, യുവിന്റെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് തന്നെ 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു 2 ഇൻറ്റു ജിന്റെ വാല്യൂ എത്രയാണ്, +9.8 ആണ് എടുക്കണം എന്ന് പറഞ്ഞത് അല്ലെ. ഇൻറ്റു എസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 19.6. 2 ഇൻറ്റു 9.8 എന്ന് പറയുമ്പോൾ നമുക്ക് 19.6 ആണ്, ഇൻറ്റു 19.6. ഈ വി സ്ക്വയറിന്റെ വാല്യൂ ആണ് 19.6 ഇൻറ്റു 19.6. അപ്പോൾ വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിൽ ഒരു വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ വി വിൽ ബി ഈക്വൽ ടു 19.6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും സ്ക്വയർ റൂട്ട് ഒന്നും എടുക്കണ്ട, കാരണം ഒരേപോലത്തെ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറയുമ്പോൾ അതിൽ ഒരെണ്ണമാണ് വരിക. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ്, a stone is thrown vertically upwards with an initial velocity of 40 meter per second. ഒരു സ്റ്റോൺ മുകളിലോട്ട് എറിഞ്ഞു. മുകളിലോട്ട് എറിയുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ v ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഒരു ചോദ്യത്തിൽ ജിന്റെ വാല്യൂ 10 എടുത്തോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങളിലും ജിയുടെ വാല്യൂ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ 9.8 എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് 10 എടുത്തോളൂ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് 10 വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ജി ഈക്വൽ ടു, ഇത് വസ്തു മുകളിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. മുകളിലോട്ട് ഏതൊരു വസ്തു ട്രാവൽ ചെയ്യുമ്പോഴും ജിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ ജി എന്നുള്ളത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. നിങ്ങൾക്ക്
ഇപ്പൊ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എല്ലാ പ്രോബ്ലംസും ഓൾമോസ്റ്റ് ഒരേ പാറ്റേണിൽ തന്നെയാണ്. അതിന്റെ വേർഡിങ്സും കുറച്ച് വാല്യൂസ് ഒക്കെ മാത്രമേ മാറ്റുള്ളൂ. ഇവിടെയും നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. v² - u² = 2gs എന്ന് പറയുന്ന ഫോർമുല തന്നെ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് s = എന്താ എഴുതാൻ പറ്റുന്നത്? v² - u² / 2g അല്ലെ. വിയുടെ വാല്യൂ 0 ആണ്, മൈനസ് യുവിന്റെ വാല്യൂ 40, അപ്പോൾ u² എന്ന് പറയുമ്പോൾ 40 × 40 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 × ജിന്റെ വാല്യൂ എത്രയാണ്? -10. അപ്പൊ ഇവിടെയും മൈനസ് കട്ടായി പോയി, ഒരു 0 നമുക്ക് ഇവിടെ കട്ടാക്കാം, ഈ 2ഉം 4ഉം കട്ടാകുമ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം. 2 × 40 എന്ന് പറയുമ്പോൾ 80 മീറ്റർ ആണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സ്റ്റോൺ. ഇവിടെയും നമുക്കറിയാവുന്ന കാര്യം, ഒരു സ്റ്റോൺ നമ്മൾ വെർട്ടിക്കലി മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 80 മീറ്റർ ആണ് അതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്. അത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് താഴേക്ക് വരും അല്ലെ. അപ്പൊ 80 മീറ്റർ മുകളിലോട്ട് പോയതിനു ശേഷം ആ വസ്തു താഴേക്ക് തന്നെ ആ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരിക? 0 ആണ് വരിക. കാരണം ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, നേരെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതേ പൊസിഷനിലോട്ട് തന്നെയാണ് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് ആ സെയിം സ്ഥലത്തോട്ട് തന്നെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 എന്നല്ലേ പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 80 മീറ്റർ മുകളിലോട്ട് പോയി താഴേക്കും 80 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ ആണ് വരിക. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 80 + 80 160 മീറ്റർ എന്നാണ് വരിക. ഇതും എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതൊരു വസ്തു മുകളിലോട്ട് എറിയുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം, ആക്സലറേഷന്റെ വാല്യൂ മൈനസ് ആയിട്ട് എടുക്കണം. 9.8 ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ചോദ്യത്തിൽ നമ്മൾ 10 എടുത്തോളം പറഞ്ഞതുകൊണ്ട് നമ്മൾ 10 വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഗിവൻ ദാറ്റ് mass of the earth is 6 × 10⁻24 kg and that of sun is 2 × 10⁻30 kg. ആവറേജ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡയറക്റ്റ് ഫോർമുലയാണ്. F = gmm / d². ജിയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർത്തിരിക്കണം. 6.67 × 10⁻⁻11 ആണ് ജിന്റെ വാല്യൂ. ഇൻറ്റു മാസ് ഓഫ് ദ എർത്ത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 × 10⁻24. അതുപോലെ മാസ് ഓഫ് ദ സണ്ണും തന്നിട്ടുണ്ട്. എത്രയാണ്? 2 × 10⁻30 ഡിവൈഡഡ് ബൈ d² എന്ന് പറയുമ്പോൾ 1.5 × 10⁻11 the whole square. 1.5ന്റെ സ്ക്വയർ എത്ര വരിക? 2.25 × 10⁻11ന്റെ സ്ക്വയർ 10⁻22 എന്ന് വരും അല്ലെ. ഇവിടെ ഈ 10ന്റെ പവർ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 22ഉം 24ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10⁻2 എന്ന് വരും. 2 + 30 എന്ന് പറയുമ്പോൾ 32. 32ന്ന് 11 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 21 ആണ്. അപ്പൊ ഇവിടെ 10ന്റെ പവർ 21. ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് ഒന്നിച്ച് എഴുതാം. അതായത് 6.67 × 6 × 2 ഡിവൈഡഡ് ബൈ 2.25 × 10⁻21. ഈ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക? 6.67 × 6 × 2 ഡിവൈഡഡ് ബൈ 2.25. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 35.5 × 10⁻21 ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 3.55 × 10⁻22 യൂണിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. കാൽക്കുലേഷൻ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ്. 6.67നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഉപയോഗിച്ച ഫോർമുല ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫോർമുലയാണ്. F = gmm / d². മനസ്സിലായല്ലോ അല്ലെ. അടുത്ത ചോദ്യത്തിലോട്ടോ. എന്താണ്? സ്റ്റോൺ ഇസ് അലൗഡ് ടു ഫോൾ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ 100 മീറ്റർ ഹൈ. അതായത് ഒരു 100 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് ഇടുവാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അനദർ സ്റ്റോൺ ഇസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. അപ്പൊ വേറൊരു സ്റ്റോണ് മുകളിലോട്ട് ഇട്ടു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് വെൻ ആൻഡ് വേർ ദ 2 സ്റ്റോൺസ് വിൽ മീറ്റ്.
അതായത് ഏത് പൊസിഷനിലും ഏത് ടൈമിലുമാണ് ഈ രണ്ട് സ്റ്റോൺസ് മീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ഈ സ്റ്റോൺസ് മീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്കറിയില്ല എത്ര ഡിസ്റ്റൻസ്. അപ്പോൾ സപ്പോസ് ഈ മുകളിൽ നിന്നുള്ള സ്റ്റോണ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തതെന്ന് വിചാരിക്കാം. ഈ ടവറിന്റെ മൊത്തം ഹൈറ്റ് 100 മീറ്റർ ആണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള സ്റ്റോണ് എക്സ് മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിന്നുള്ള സ്റ്റോണ് എത്ര മീറ്റർ ട്രാവൽ ചെയ്താലാണ് ആ ഫസ്റ്റത്തെ സ്റ്റോണിനെ മീറ്റ് ചെയ്യാൻ പറ്റുക? 100 മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അല്ലേ? കാരണം ടോട്ടൽ ഹൈറ്റ് 100 മീറ്റർ ആണ്. അപ്പം ഫസ്റ്റത്തെ സ്റ്റോൺ എക്സ് മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റോൺ 100 മൈനസ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. രണ്ട് സ്റ്റോൺസും എടുക്കുന്ന സമയം ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആ രണ്ട് സ്റ്റോൺസും ആ ഒരു പ്ലേസിൽ മീറ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോണിന്റെയും ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന സ്റ്റോണിന്റെ ഇക്വേഷൻ എഴുതാം. ഏതൊരു വസ്തുവും മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. രണ്ടാമത്തേത്, ആക്സലറേഷൻ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്ന് പറയുന്ന ഫോർമുലയാണ് രണ്ട് സ്റ്റോണിനും ഞാൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റത്തെ സ്റ്റോണിന് എസ് ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ut. ആദ്യത്തെ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാണ് ഹൈറ്റ് എന്ന് അല്ലെ. അപ്പോൾ u 0 ആണ്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടേം മൊത്തത്തിൽ 0 ആയി പോവും. പ്ലസ് ഹാഫ് ഇൻറ്റു താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ പ്ലസ് 9.8 ആണ്. അപ്പോൾ 9.8 ഇൻറ്റു t². അപ്പോൾ ഈ ഹാഫും ഇതും കട്ടായി പോയിട്ട് നമുക്ക് 4.9 t² എന്ന് എഴുതാം. അതായത് ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടിയത് എന്താണ്? എക്സ് ഈക്വൽ ടു 4.9 t² എന്നാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റോണിനെ കുറിച്ചുള്ള ഇക്വേഷൻ ഇതാണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ സ്റ്റോണിന് ഈ സെയിം ഫോർമുല നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ സ്റ്റോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 100 മൈനസ് എക്സ് ആണ് അല്ലെ. താഴേന്ന് 100 മൈനസ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ut. ഈ രണ്ടാമത്തെ സ്റ്റോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് ഒരു വസ്തു മുകളിലോട്ട് എറിയുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലല്ലോ. അപ്പൊ 25 ഇൻറ്റു ടി പ്ലസ് ഹാഫ് at² എന്നാണ്. പക്ഷെ മുകളിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ, അതായത് ആക്സലറേഷന്റെ വാല്യൂ മൈനസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ മൈനസ് 1/2 ഇൻറ്റു 9.8 t² എന്ന് വന്നു. അപ്പൊ എന്താ എഴുതാൻ പറ്റിയത്? 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 25t മൈനസ് 1/2 ഇൻറ്റു 9.8 നമുക്ക് 4.9 t² എന്ന് എഴുതാം. 4.9 t². ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആദ്യത്തെ സ്റ്റോണിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? എക്സ് ഈക്വൽ ടു 4.9 t² എന്ന്. അപ്പൊ ഞാനിവിടെ ഈ 4.9 t² എന്നുള്ള ഭാഗത്ത് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ എളുപ്പമായി. 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 25t മൈനസ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. 100 ഈക്വൽ ടു 25t എന്ന് കിട്ടി. അപ്പൊ നമുക്ക് t ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റുന്നത്? 100 ഡിവൈഡഡ് ബൈ 25 വിച്ച് ഇസ് ഗോയിങ് ടു ബി 4 സെക്കൻഡ്. അപ്പോൾ വെൻ ദേ വിൽ മീറ്റ് എന്നുള്ളതിന്റെ ആൻസർ കിട്ടി. ദേ ബോത്ത് വിൽ മീറ്റ് ആഫ്റ്റർ 4 സെക്കൻഡ്സ്. ഓക്കെ, ഇനി വേറെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. വേറെന്നുള്ളതിന്റെ ആൻസർ എങ്ങനെ കിട്ടാൻ പറ്റുന്നത്? എക്സിന്റെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ആണ് വേർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എക്സിന് 4.9 t² എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട് ഇവിടെ. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ വാല്യൂ 4 ആയിട്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു 4.9 ഇൻറ്റു 4 സെക്കൻഡ് എന്നല്ലേ ടൈം കിട്ടിയത്. അപ്പൊ 4 ഇൻറ്റു 4 4.9 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 4.9 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 78.4 മീറ്റർ. ഈ ആൻസർ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സ് എന്ന് എടുത്തത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം ദേ വിൽ മീറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 78.4 മീറ്റർ ഫ്രം ടോപ്പ്. അല്ലെങ്കിൽ താഴെ നിന്നാണെങ്കിലോ അത് 100 മൈനസ് എക്സ് ആണ്. അതായത് 100 മൈനസ് 78.4 എന്ന് പറയുമ്പോൾ നമുക്ക് 21.6 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ വേർ എന്നുള്ളതിന് രണ്ട് ആൻസർ എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് 78.4 മീറ്റർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 21.6 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ എന്ന് എഴുതാം. രണ്ടും ഒരേ പൊസിഷൻ തന്നെയാണല്ലോ. അപ്പൊ വെൻ എന്ന് പറയുമ്പോൾ
4 സെക്കൻഡ്, ആഫ്റ്റർ 4 സെക്കൻഡ് വേർ എന്നുള്ളതിന് ഈ രണ്ട് രീതിയിലും ആൻസർ എഴുതാം. ഒന്നുകിൽ 78.4 മീറ്റർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ, അല്ലെങ്കിൽ 21.6 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എ ബോൾ ത്രോൺ അപ്പ് വെർട്ടിക്കലി റിട്ടേൺസ് ടു ദ ത്രോവർ ആഫ്റ്റർ 6 സെക്കൻഡ്സ്. ഒരു സ്റ്റോൺ നമ്മൾ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ത്രോവറിന്റെ കയ്യിലോട്ട് തന്നെ വരുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് മാക്സിമം ഹൈറ്റിൽ പോയി അതിനുശേഷം താഴേക്ക് വന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും കൂടെ എടുത്ത സമയമാണ് 6 സെക്കൻഡ്. അപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം എടുത്തത് എത്ര സെക്കൻഡ് ആയിരിക്കും? 3 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വാസ് ത്രോൺ അപ്പ്. ഒരു വസ്തു മുകളിലോട്ട് പോകുന്ന സമയത്ത് യു ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ജിയുടെ വാല്യൂ എത്രയായിട്ട് എടുക്കണം? -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ യുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് v ഈക്വൽ ടു u പ്ലസ് ജി ടി എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. therefore u is equal to v മൈനസ് ജി ടി. വിയുടെ വാല്യൂ 0 ആണ്, മൈനസ് ജി എന്ന് പറയുന്നത് -9. അപ്പോൾ നെഗറ്റീവും കൂടെ പ്ലസ് ആവും. 9.8 ഇൻറ്റു ടിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 29.4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടി. എത്രയാണ്? വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വാസ് ത്രോൺ അപ്പ് വിൽ ബി 29.4 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം എന്താണ്? മാക്സിമം ഹൈറ്റ് ഇറ്റ് റീച്ചസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. മാക്സിമം എന്ന് പറയുമ്പോൾ v0 ആണ്, മൈനസ് യുവിന്റെ വാല്യൂ 29.4 ഇൻറ്റു 29.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -9.8. ഇവിടെ നെഗറ്റീവ് കട്ടായി പോവും. ഈ 29.4ഉം 9.8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 29.4 ഡിവൈഡഡ് ബൈ 2, 44.1 മീറ്റർ എന്നുള്ളതാണ് നമുക്കിവിടെ മാക്സിമം ഹൈറ്റിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഓഫ് ദ ആൻസർ എത്രയാണ് വരുന്നത്? വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വാസ് ത്രോൺ അപ്പ് ഇസ് 29.4 മീറ്റർ പെർ സെക്കൻഡ്. മാക്സിമം ഹൈറ്റ് ഇറ്റ് റീച്ചസ് ഇസ് 44.1 മീറ്റർ. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇറ്റ്സ് പൊസിഷൻ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. 4 സെക്കൻഡിന് ശേഷം എവിടെയായിരിക്കും ആ ബോളിന്റെ പൊസിഷൻ? ഇവിടെ 3 സെക്കൻഡ് കൊണ്ടാണ് ഈ വസ്തു ഏറ്റവും ടോപ്പിൽ എത്തിയത് അല്ലെ? ഇനി അടുത്ത 3 സെക്കൻഡ് ഇത് താഴേക്ക് വരുമായിരുന്നു. അപ്പൊ 3 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 44.1 മീറ്റർ എത്തിയെന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് കൂടെ അത് താഴേക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണ് 1 സെക്കൻഡ് കൊണ്ട് ഈ ബോളിന് താഴേക്ക് വരാൻ പറ്റുന്നത് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ഒരു വസ്തു ഏറ്റവും ഹൈറ്റിൽ നിന്ന് താഴേക്ക് അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താ വരുന്നത്? 0 ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ യു ടി എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 1 സെക്കൻഡിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഇത് 0 ആയി പോവും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.9. അപ്പോൾ എസ് ഈക്വൽ ടു 4.9 മീറ്റർ എന്ന് വന്നു. അതായത് 1 സെക്കൻഡ് കൊണ്ട് ഇത് ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഒരു 4.9 മീറ്റർ താഴേക്ക് വന്നു. അപ്പൊ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 44.1 ആയിരുന്നു. അവിടെ നിന്ന് 4.9 മീറ്റർ ആണ് അടുത്ത 1 സെക്കൻഡ് കൊണ്ട് താഴേക്ക് വന്നത്. അപ്പൊ ഇത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് അകലത്തിലാണ് നിൽക്കുന്നുണ്ടാവുക? അതിനുവേണ്ടി നമുക്ക് 44.1 നിന്ന് 4.9 ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ കിട്ടും. എത്ര വരുന്നത്? 39.2 മീറ്റർ. ഓക്കെ, അതായത് 4 സെക്കൻഡിന് ശേഷം ബോള് ഗ്രൗണ്ടിൽ നിന്ന് 39.2 മീറ്റർ അകലത്തിലാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെയ്ത എല്ലാ പ്രോബ്ലംസും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.